വെൽക്കം ടു രജാസ്. നമ്മുടെ ചെയ്താറിൻ്റെ അടുത്ത വീഡിയോ ആണ് സ്റ്റഡി. നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലിനൻ കോട്ടൺ ബ്ലെൻഡഡ് ഫാബ്രിക്കാണ് നമുക്ക് ടോപ്പിന് കൊടുത്തേക്കുന്നത്. ദുപ്പട്ട ഗഡൽ ദുപ്പട്ടയുടെ തന്നെ ഒരു സിൽക്കി ഫിനിഷ് കൂടുതലുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ അതിൽ ഫുൾ ആരിവൊക്കെ ചെയ്തേക്കുന്നത്. ടോപ്പ് കാണാൻ ഭയങ്കര രസമാട്ടോ. ടോപ്പിൻ്റെ പ്രിൻറ്റും ആ വർക്കും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് അക്കോബയും കൊടുത്തിട്ടുണ്ട്. അക്കോബയുണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ എംബ്രോയ്ഡറി നല്ല തിക്കായിട്ട് നെക്ക് കംപ്ലീറ്റ് ആയിട്ട്. ഈ ഒരു പാറ്റേൺ കുറേ പേരുടെ ഫേവറേറ്റ് ആട്ടോ. ഇങ്ങനെ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് വരുന്ന രീതിയിൽ ഒരു നോർത്ത് സ്റ്റൈലിലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം. കുർത്തിയായിട്ട് തന്നെ തയ്ച്ചിട്ടാലും കാണാൻ നല്ല ഭംഗിയാണ്. അല്ലാതെ ദുപ്പട്ടയും കൂടെ വരുമ്പോഴും നല്ല കേട്ടോ. കളർ മേ ബി ചെറിയ വ്യത്യാസം കാണുമായിരിക്കും. ഇത് ശരിക്കും ഒരു ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ടോണാണേ. നല്ല ഗ്രീൻ ആട്ടോ, ധൈര്യമായിട്ട് എടുത്തു. അതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ഗ്രീൻ്റെ അകത്ത് തന്നെ ശരിക്കും ബേസ് കളർ കുറച്ചൊരു ഡാർക്ക് ക്രീം എന്നൊക്കെ പറയാവുന്നൊരു ഷെയ്ഡ്. നമ്മുടെ ടസറിലൊക്കെ ആ ഒരു ഒറിജിനൽ കളറില്ലേ, ആ ഒരു ഷെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഗ്രീനും ഉണ്ട്, പിന്നെ ചെറുതായിട്ടൊരു പിങ്കിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ആ ഒരു ഡിസൈൻ പോയേക്കുന്നത്. അതിൽ തന്നെ ഫുൾ അക്കോബയുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ അക്കോബയൊന്നും അത്ര കാണുന്നില്ലായിരിക്കും. ഇത് ടോപ്പ് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വർക്കിൽ മൊത്തം അക്കോബ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയ്ക്കകത്ത് മൊത്തം വർക്കുണ്ട്, നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ബോട്ടം കോട്ടൺ ഫാബ്രിക്കാണ്. ഇതൊരു ബ്ലെൻഡഡ് കോട്ടൺ എന്ന് വെച്ചാൽ ലിനൻ ബ്ലെൻഡാണ്. നോർമലി വരുന്ന സിൽക്ക് ആ ടൈപ്പ് ബ്ലെൻഡ് അല്ല, ലിനൻ ബ്ലെൻഡ് ആവുകൊണ്ട് നോർമലി കോട്ടൺ ഉപയോഗിക്കുന്നവർക്കും പറ്റുന്ന ഫാബ്രിക്കാണ്. പ്യുവർ കോട്ടൺ മാത്രം ഉപയോഗിക്കുന്നവർക്ക് ഞാൻ പറയുന്നില്ല, അല്ലാതെ കോട്ടൺ മിക്സ് ഒക്കെ ഇടുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്പർ Y410, റേറ്റ് 1150 1150. നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആട്ടോ. ഗ്രീൻ കാണാൻ എന്തൊരു പ്രത്യേക രസം. അതിൻ്റെ അകത്തും സെയിം ഒരു പിങ്കിൻ്റെയും പീച്ചിൻ്റെയും ഒക്കെ ഒരു ഷെയ്ഡ് ഇടയ്ക്ക് കൂടെ പോകുന്നുണ്ട് കേട്ടോ. അതും ഒരു ഭംഗി കൂടുതലുണ്ട്. ഇതിൻ്റെ അത് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ, ഇതാ അടുപ്പിച്ച് കാണിക്കാം ഞാൻ. ഇതുണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നിങ്ങൾക്ക് കാണാമോ, കുഞ്ഞു കുഞ്ഞായിട്ട് അക്കോബയുണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് പിങ്ക് ഫ്ലവേഴ്സിൻ്റെ ഒരു ഡിസൈനും പോയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ അക്കോബ ഇല്ലെന്നേ ഉള്ളൂ, പ്രിൻ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക്. നല്ല ഗ്രീൻ കളർ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്ന സെയിം ഗ്രീൻ ഷെയ്ഡ് മടക്കി വെച്ചേക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. നമ്പർ വരുന്നത് Y412, റേറ്റ് സെയിം ആണ്. അടുത്ത കളറാണ്. ഇതിൽ 4ാമത്തെ ഷെയ്ഡാണ് കേട്ടോ. എല്ലാ കളേഴ്സും നല്ലതല്ലേ. നല്ല സെലക്റ്റീവായിട്ടാട്ടോ നമ്മൾ ഐറ്റംസ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. നല്ല കളേഴ്സ്, നല്ല ഡിസൈൻ നോക്കിയിട്ടാണ് നമ്മളെല്ലാം കൊണ്ടുവരുന്നത്. ഒത്തിരി വീഡിയോസ് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യുക. അതിൻ്റെ കളേഴ്സ് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് കറക്റ്റായിട്ട് അയച്ചു തരിക. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിപ്ലൈ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് താമസിക്കാതെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഐറ്റംസ് ബുക്കാവും. ലേറ്റായിട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ആയിട്ട് ചിലത് ഒരു ടൈം കഴിയുമ്പോൾ എക്സ്പയർ ആവും. അപ്പോൾ അത് നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. പിന്നെ നിങ്ങൾ ഫോട്ടോ ഇട്ട് നോക്കുക. അപ്പോൾ ഐറ്റം അവൈലബിൾ ആണെങ്കിൽ അതിനകത്ത് കാണിക്കും. അവൈലബിൾ അല്ലെങ്കിൽ സോൾഡ് ഔട്ടാന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എക്സ്പയർ പെട്ടെന്ന് കണ്ടെന്ന് വെച്ചിട്ട് ആരും ടെൻഷൻ ആവേണ്ട. ഒന്നുകൂടെ ഒന്ന് ഫോട്ടോ ഇട്ട് നോക്കിയാൽ മതി. അപ്പോൾ പറ്റുന്നത്രയും നിങ്ങൾ ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഇതുപോലെ. ഇതിൻ്റെ അകത്ത് മെയിൻ ഷെയ്ഡ് ആ പിങ്കിൻ്റെ ഏകദേശം ഒരു ടോണൊക്കെ വരുന്നതുകൊണ്ട് കോൺട്രാസ്റ്റിൽ ആ പിങ്കിന് പകരം ഇതിൽ കൊടുത്തേക്കുന്നത് ഒരു ബ്ലൂയിഷ് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ബോട്ടം വരുന്നത് ആ ഒരു സെയിം ഷെയ്ഡ്, നമ്മുടെ ഡാർക്ക് മെറൂണൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. പിന്നെ ദുപ്പട്ട സെയിം തന്നെ ഷെയ്ഡ്. എല്ലാത്തിലും വർക്കുണ്ട് കേട്ടോ. നമ്പർ Y413, റേറ്റ് 1150 മാത്രമേ ഉള്ളൂ. 1150.